കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടിക്കവർച്ച നടത്തിയ കേസിലെ പ്രതികൾ ഇതര സംസ്ഥാനത്തേക്ക് കടന്നുവെന്ന് സൂചന. ഒന്നാം പ്രതിയായ ജോജിയും മുഖംമൂടിധാരികളായ 3 പേരുമാണ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നത്. പരാതി നൽകില്ലെന്ന് കരുതിയാണ് പണം കവർന്നതെന്ന് രണ്ടാം പ്രതി വിഷ്ണു മൊഴി നൽകി. ഇതുവരെ 7 പ്രതികളാണ് കേസിൽ അറസ്റ്റിലായത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ 7 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇനി എത്ര പേരെ കണ്ടുകിട്ടാനുണ്ട്? ഈ മുഖംമൂടിധാരികൾ ആരൊക്കെയാണ് എന്നതിൽ കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടേക്കാണ് അന്വേഷണം നീങ്ങുന്നത്? പ്രതി മുഖംമൂടിധാരികളായ 3 പേരാണ് എത്തിയിരുന്നത്. ഇവർ ആരൊക്കെയാണെന്നുള്ളത് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒന്നാം പ്രതിയായ ജോജിയെ ഒപ്പം തന്നെ ഈ മുഖംമൂടിധാരികളായ 3 പേരെയും കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. മറ്റുള്ളവരൊക്കെ തന്നെ സഹായിച്ച ആളുകളാണ്. അതിൽ തന്നെ ഒരു അഭിഭാഷകനുണ്ടായിരുന്നു, ഒരു നിഖിൽ നരേന്ദ്രനാഥ് എന്നുള്ള അഭിഭാഷകനുണ്ടായിരുന്നു. ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാളും ഈ കവർച്ച ആസൂത്രണം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്ക് നേരത്തെ തന്നെ എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ചേർന്നിരുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തതെന്നുള്ളായിരുന്നു കണ്ടെത്തൽ. പ്രധാനമായും 80 ലക്ഷം രൂപ നൽകുകയാണെന്നുണ്ടെങ്കിൽ 1,10,00,000 തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവിടെ കവർച്ച നടന്നിരിക്കുന്നത്. അപ്പോൾ ആ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2 വാഹനങ്ങൾ, ഈ പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങൾ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഈ നഷ്ടപ്പെട്ട, അതായത് 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ട 20 ലക്ഷം രൂപ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും മറ്റ് തുക, അതായത് ബാക്കി വരുന്ന 60 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ പ്രതികൾ ഉപയോഗിച്ച തോക്കും ഈ മാരകായുധങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും തുടരുകയാണ്. ശരി ശരൺ, ഇപ്പോൾ മുഖംമൂടിധാരികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.